സ്വന്തം മൈതാനത്ത് തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷം RCB ബോളറായ ജോഷ് ഹേസൽവുഡ് പറഞ്ഞത് ഇവിടെ ടോസ് കിട്ടുമായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാണ്. ഈ സീസണിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ടോസ് ഒരു നിർണായക ഘടകം തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ബാംഗ്ലൂരിൻ്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമിയിലുള്ളത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനും ബാംഗ്ലൂരും തമ്മിൽ മത്സരത്തിൽ ടോസ് കിട്ടുന്ന ക്യാപ്റ്റൻ ബോളിംഗ് തിരഞ്ഞെടുക്കും എന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. ഹോം മൈതാനത്ത് മാത്രമാണ് RCBക്ക് സീസണിൽ കാലിടറുന്നത്. എവേ മത്സരങ്ങളിലെല്ലാം ടീം മികച്ച രീതിയിൽ വിജയം സ്വന്തമാക്കുന്നുണ്ട്. 10 പോയിന്റ് നേടി പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ള RCBയുടെ 3 പരാജയങ്ങളും സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് നടന്നത്. ബാംഗ്ലൂരിനെ സംബന്ധിച്ച് മധ്യനിരയിൽ ഏറെ ബുദ്ധിമുട്ടുന്ന ലിയാൻ ലിവിങ്സ്റ്റന് പകരം റൊമേരിയോ ഷെപ്പേർഡിനെ പരിഗണിച്ചത് രാജസ്ഥാനെതിരെയും തുടരാനാണ് സാധ്യത. മറുവശത്ത് രാജസ്ഥാനെ സംബന്ധിച്ച് തുടർച്ചയായ 4 തോൽവികളോടെ ഈ സീസൺ തന്നെ കൈവിട്ട അവസ്ഥയാണ്. അവസാന 2 മത്സരങ്ങളും വിജയിക്കേണ്ട മത്സരങ്ങളായിരുന്നു. എന്നാൽ അവിശ്വസനീയമായ രീതിയിൽ അടിപതറിയത് ടീമിന് നൽകുന്ന മാനസികാഘാതം ചില്ലറയല്ല. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 18 പന്തിൽ 25 റൺസ് ആവശ്യമായ സാഹചര്യത്തിൽ നിന്നാണ് ടീം തോൽവിയിലേക്ക് കൂപ്പുകുത്തിയത്. ഡൽഹിക്കെതിരെ സമാനമായ സാഹചര്യത്തിൽ സൂപ്പർ ഓവറിൽ എത്തുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തു. പരിക്കേറ്റ സഞ്ജു സാംസൺ കളിക്കില്ലെന്ന് ഉറപ്പായതിനാൽ പകരം 14-കാരൻ വൈഭവ് സൂര്യവംശി തന്നെ ടീമിൽ തുടർന്നേക്കും. എന്നാൽ ജോഷ് ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, യാഷ് ദയാൽ തുടങ്ങിയ പേസർമാരെയാണ് സൂര്യവംശി RCBക്കെതിരെ നേരിടേണ്ടത്. ആദ്യ മത്സരത്തിലെ വെടിക്കെട്ട് പ്രകടനം തന്നെ സൂര്യവംശിക്ക് തുടരാൻ കഴിയുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. പല താരങ്ങളും ഫോമിലല്ല, തീരുമാനങ്ങൾ പാളുന്നു, സഞ്ജുവിന്റെ പരിക്ക് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ രാജസ്ഥാനെ തിരിച്ചടിയാകുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ടീമിന് നിർണായകമാണെന്ന് രാഹുൽ ദ്രാവിഡ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു പിഴവും ടീമിന് സംഭവിച്ചുകൂടാ. ഓരോ മത്സരങ്ങളും പ്രധാനമാണ്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചാൽ മാത്രമേ ടീമിന് പോസിറ്റീവായി മുന്നോട്ട് പോകാൻ കഴിയൂ. കഴിഞ്ഞ മത്സരങ്ങളിൽ സംഭവിച്ച പിഴവുകൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാണ് ദ്രാവിഡ് അടിവരയിട്ട് പറയുന്നത്. ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും നയിക്കുന്ന ബാലൻസ്ഡായ പേസ് ബോളിംഗ് നിര RCBക്കുണ്ട്. സ്പിന്നർമാരായ കൃണാൽ പാണ്ഡ്യയും സുയാൻഷ് ശർമ്മയും ടീമിനായി മികച്ച രീതിയിൽ പന്തെറിയുന്നു. രാജസ്ഥാനും ബാംഗ്ലൂരും തമ്മിൽ ഇതുവരെ നടന്ന മൊത്തം മത്സരങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 33 മത്സരങ്ങൾ കളിച്ചതിൽ 16 എണ്ണവും RCB വിജയിച്ചു. 14 മത്സരങ്ങൾ രാജസ്ഥാനും വിജയിച്ചു. 3 മത്സരങ്ങളിൽ ഫലമുണ്ടായില്ല. ചിന്നസ്വാമിയിൽ 10 മത്സരങ്ങൾ കളിച്ചപ്പോൾ RCB 6 മത്സരങ്ങളിലും രാജസ്ഥാൻ 4 മത്സരങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. രാജസ്ഥാനും RCBയും തമ്മിലുള്ള മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരമാണ് വിരാട് കോഹ്ലി. അദ്ദേഹം പക്ഷേ ഹോം ഗ്രൗണ്ടിൽ മികച്ച ഇന്നിങ്സുകളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ചിന്നസ്വാമിയിലെ കോഹ്ലിയുടെ തിരിച്ചുവരവ് കൂടി RCB ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. പോയിന്റ് പട്ടികയിലെ മധ്യഭാഗത്ത് സീസൺ പകുതിക്ക് ശേഷം രൂപപ്പെടാറുള്ള അപകട സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം കൂടിയാണ് RCBക്കുള്ളത്. നിലവിൽ 4 ടീമുകൾക്ക് 10 പോയിന്റുകളാണുള്ളത്. മികച്ച തുടക്കത്തിന് ശേഷം അവസാനം ഒരു തിരിച്ചടി നേരിടാൻ ഇത്തവണ RCB ആഗ്രഹിക്കുന്നില്ല. രാജസ്ഥാനെ സംബന്ധിച്ച് ഈ മത്സരം ഏറെ നിർണായകമാണ്. ഈ മത്സരം കൂടി തോറ്റാൽ ഇത്തവണ ഇനി പ്ലേ ഓഫില്ലെന്ന് ഉറപ്പിക്കേണ്ടതായി വരും. RCBക്ക് അവരുടെ സ്വന്തം മൈതാനത്ത് ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഘടകത്തിൽ തന്നെയായിരിക്കും രാജസ്ഥാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതോടൊപ്പം ടോസ് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ടോസ് വിജയിക്കുന്ന ടീമിന് വിജയത്തിലേക്കുള്ള ആദ്യ പടി ചവിട്ടാനാകും.